കേരള സർക്കാർ പ്രവാസികൾക്ക് വേണ്ടി നടപ്പിലാക്കിയ മികച്ച ഒരു പെൻഷൻ പദ്ധതിയാണ് പ്രവാസി ക്ഷേമനിധി പെൻഷൻ. 60 വയസ്സ് തികയുമ്പോഴാണ് നമുക്കിതിൽ നിന്നും പെൻഷൻ ലഭിച്ചു തുടങ്ങുന്നത്. വിദേശത്ത് ജോലി ചെയ്യുന്നവർക്കും പ്രവാസം നിർത്തി നാട്ടിൽ സ്ഥിരതാമസമാക്കിയവർക്കും ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ ജോലി ചെയ്യുന്ന മലയാളികൾക്കും ഇതിൽ അംഗമാവാം. വിദേശത്തുള്ളവരാണെങ്കിൽ 350 രൂപയും നാട്ടിലുള്ളവരാണെങ്കിൽ 200 രൂപയുമാണ് ഇതിൽ മാസത്തിൽ നമ്മൾ അടയ്ക്കേണ്ട തുക. വിദേശത്തുള്ളവർക്ക് 3500 രൂപയും നാട്ടിലുള്ളവർക്ക് 3000 രൂപയാണ് ഇപ്പോൾ ലഭിക്കുന്ന മിനിമം പെൻഷൻ. പ്രവാസി പെൻഷനെക്കുറിച്ചുള്ള വിശദമായ ഒരു വീഡിയോ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. പ്രവാസി പെൻഷനിൽ എങ്ങനെ ഓൺലൈനായി അംഗത്വം എടുക്കാമെന്ന് നോക്കാം. ഒരു ബ്രൗസർ ഓപ്പൺ ചെയ്ത് പ്രവാസി കേരള ലോഗിൻ എന്ന് സെർച്ച് ചെയ്യുക. ഇവിടെ നിന്ന് പ്രവാസി കേരള.org എന്നത് സെലക്ട് ചെയ്യുക. ഇവിടെ 4 ഓപ്ഷൻ കാണാം. ഇതിൽ ഫസ്റ്റ് ന്യൂ രജിസ്ട്രേഷൻ എന്നത് ക്ലിക്ക് ചെയ്യുക. ടേംസ് ആൻഡ് കണ്ടീഷൻ എല്ലാം വായിച്ചു നോക്കിയ ശേഷം താഴെ കാണുന്ന ബോക്സ് ടിക്ക് ചെയ്ത് സബ്മിറ്റ് കൊടുക്കുക. ഇവിടെ രജിസ്റ്റർ ചെയ്യാനായി 2 ഓപ്ഷൻ കാണാം. രജിസ്റ്റർ വിത്ത് മൊബൈൽ നമ്പർ, രജിസ്റ്റർ വിത്ത് ഇമെയിൽ ID. ഇതിലേത് വേണമെങ്കിൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. അതിനുശേഷം താഴെ നിങ്ങൾ മൊബൈൽ നമ്പറാണ് സെലക്ട് ചെയ്തതെങ്കിൽ മൊബൈൽ നമ്പറും ഇമെയിൽ ആണെങ്കിൽ ഇമെയിൽ IDയും എൻ്റർ ചെയ്ത് താഴെ ക്യാപ്ച കോഡ് കൊടുത്ത ശേഷം വെരിഫൈ ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ മൊബൈൽ നമ്പറിലേക്കോ ഇമെയിൽ IDയിലേക്കോ വന്ന OTP താഴെ എൻ്റർ ചെയ്ത് കൊടുത്ത ശേഷം കൺഫേം ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഓക്കെ കൊടുത്ത് കണ്ടിന്യൂ ചെയ്യുക. ഇവിടെ ഒരു പാസ്വേഡ് സെറ്റ് ചെയ്യേണ്ടതുണ്ട്. പാസ്വേഡിൽ സ്മോൾ ലെറ്റർ, ക്യാപിറ്റൽ ലെറ്റർ, നമ്പേഴ്സ്, സ്പെഷ്യൽ ക്യാരക്ടർ എന്നിവ ഉണ്ടായിരിക്കേണ്ടതാണ്. കൺഫേം പാസ്വേഡ് കൊടുത്ത ശേഷം താഴെ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തും പാസ്പോർട്ടിലെ സെയിം നെയിമും എൻ്റർ ചെയ്ത് രജിസ്റ്റർ എന്നതിൽ ക്ലിക്ക് ചെയ്യുക. രജിസ്ട്രേഷൻ സക്സസ്ഫുള്ളി എന്ന് കാണാം. ഹോം പേജിൽ നിന്നും ലോഗിൻ എന്നത് സെലക്ട് ചെയ്യുക. ഇവിടെ നിങ്ങൾ നേരത്തെ കൊടുത്ത മൊബൈൽ നമ്പർ, ഇമെയിൽ IDയോ ഏതാണെന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത പാസ്വേഡും താഴെ ക്യാപ്ച കോഡ് അതേപോലെ എൻ്റർ ചെയ്ത് ലോഗിൻ എന്നതിൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ ഡീറ്റെയിൽ എല്ലാം എൻ്റർ ചെയ്യാനുള്ള ഒരു രജിസ്ട്രേഷൻ ഫോമാണിത്. ഇവിടെ ഫസ്റ്റ് കാണുന്ന പ്രവാസി കാറ്റഗറി എന്നത് സെലക്ട് ചെയ്യുമ്പോൾ 3 ഓപ്ഷൻ കാണാം. ഇതിൽ നോൺ റെസിഡൻറ്റ് കേരളറ്റീസ് എബ്രോഡ് എന്നത് ഇപ്പോഴും വിദേശത്ത് ജോലി ചെയ്യുന്നവർക്കുള്ളതാണ്. നോൺ റെസിഡൻറ്റ് കേരളറ്റീസ് റിട്ടേൺ എന്നത് വിദേശത്ത് നിന്ന് തിരിച്ച് നാട്ടിൽ സ്ഥിരതാമസമാക്കിയവർ. നോൺ റെസിഡൻറ്റ് കേരളറ്റീസ് ഇൻ ഇന്ത്യ എന്നത് കേരളത്തിന് പുറത്ത് മറ്റ് സംസ്ഥാനങ്ങളിൽ ജോലി ചെയ്യുന്ന മലയാളികൾ. നിങ്ങൾ ഇതിൽ ഏത് കാറ്റഗറിയിലാണ് വരുന്നത് അത് സെലക്ട് ചെയ്യുക. ഐഡൻറ്റിറ്റി ടൈപ്പിൽ പാസ്പോർട്ട് എന്ന് സെലക്ട് ചെയ്യുക. അതിന് താഴെ പാസ്പോർട്ടിൻ്റെ നമ്പറും പാസ്പോർട്ടിൻ്റെ എക്സ്പയറി ഡേറ്റും എൻ്റർ ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് പാസ്പോർട്ടിൻ്റെ ഫ്രണ്ട് പേജും അഡ്രസ്സുള്ള പേജും അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. അതിനായി സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളായിട്ടാണ് ഇതിൽ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ഫയലിൻ്റെ മാക്സിമം സൈസ് 1 MBയിൽ കൂടാൻ പാടില്ല. അതോടൊപ്പം JPG, JPEG, PNG എന്നീ ഫോർമാറ്റിലായിരിക്കണം ഫയലുകൾ ഉണ്ടായിരിക്കേണ്ടത്. ചൂസ് ഫയൽ എന്നതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഫയലുകൾ ഇതിലേക്ക് അപ്ലോഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. പാസ്പോർട്ടിൻ്റെ ഫ്രണ്ട് പേജും അഡ്രസ്സുള്ള പേജും അപ്ലോഡ് ചെയ്ത ശേഷം വിസ പേജ് അല്ലെങ്കിൽ ഇക്കാമ ഇതിൽ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. അതിന് താഴെ അതർ ID ടൈപ്പ് എന്നതിൽ ആധാറോ വോട്ടർ IDയോ സെലക്ട് ചെയ്യുക. അതിന് താഴെ ID നമ്പർ എൻ്റർ ചെയ്യുക. ID കാർഡിൻ്റെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ ഒരു ഫോട്ടോ കോപ്പി ഇതിൽ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് നിങ്ങളുടെ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോയും സിഗ്നേച്ചറുമാണ് അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ഫോട്ടോയുടെയും സിഗ്നേച്ചറിൻ്റെയും മാക്സിമം സൈസ് 1 MB ആണ്. കൂടാതെ JPG ഫോർമാറ്റിലുള്ളതായിരിക്കണം. പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഓൺലൈനായി ക്രിയേറ്റ് ചെയ്യുന്നതിൻ്റെ വീഡിയോ മുമ്പ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. നെക്സ്റ്റ് നിങ്ങളുടെ ബേസിക് ഡീറ്റെയിൽ ആണ് ചോദിക്കുന്നത്. അതിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഇവിടെ നോർക്ക ID കാർഡ് ഉള്ളവരാണെന്ന് ചോദിക്കുന്നുണ്ട്. ഇല്ലാത്തവരാണെങ്കിൽ നോ കൊടുക്കുക. ഉള്ളവരാണെങ്കിൽ S കൊടുത്ത് അതിൻ്റെ ID നമ്പർ എൻ്റർ ചെയ്ത് സേവ് കൊടുക്കുക. ഇവിടെ നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽ ആണ് കൊടുക്കേണ്ടത്. ഇതിൽ ജില്ല, താലൂക്ക്, വില്ലേജ്, ഇമെയിൽ ID, ആധാർ നമ്പർ, ആധാറിലെ പേര്, അതോടൊപ്പം ആധാറിൻ്റെ ഒരു ഫോട്ടോ കോപ്പി കൂടി അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സും പെർമനൻറ്റ് അഡ്രസ്സുമാണ് എൻ്റർ ചെയ്യേണ്ടത്. അതിനുശേഷം പിൻകോഡ് എൻ്റർ ചെയ്ത് സേവ് ആൻഡ് നെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ വിദേശത്തുള്ള ഡീറ്റെയിൽ ആണ് ഇവിടെ കൊടുക്കേണ്ടത്. നിങ്ങൾ വർക്ക് ചെയ്യുന്ന രാജ്യം ഏതാണ് അത് സെലക്ട് ചെയ്യുക. നിങ്ങളുടെ ജോബ്, വിസ നമ്പർ, വിസ ഇഷ്യൂ ചെയ്ത ഡേറ്റ്, അതുപോലെ എക്സ്പയറി ഡേറ്റ്, വിസ ഇഷ്യൂ ചെയ്ത രാജ്യം, നിങ്ങളുടെ വിദേശത്തുള്ള അഡ്രസ്സ് ഇതെല്ലാം എൻ്റർ ചെയ്ത് സേവ് നെക്സ്റ്റ് കൊടുക്കുക. നെക്സ്റ്റ് നോമിനി ഡീറ്റെയിൽ ആണ് കൊടുക്കേണ്ടത്. നോമിനിയുടെ പേര്, അവരുമായുള്ള റിലേഷൻ, ഡേറ്റ് ഓഫ് ബർത്ത്, ഏജ്, എത്ര പെർസെൻറ്റേജ് എന്നിവിടെ എൻ്റർ ചെയ്യുക. ഒന്നിൽ കൂടുതൽ നോമിനി ആഡ് ചെയ്യണമെങ്കിൽ പ്ലസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ആഡ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കുക. നിങ്ങൾ കൊടുത്ത ഡീറ്റെയിലിൻ്റെ എല്ലാം സ്റ്റാറ്റസ് കംപ്ലീറ്റഡ് എന്ന് കാണിക്കുന്നതാണ്. കംപ്ലീറ്റ് ആവാത്തതാണെങ്കിൽ വ്യൂ ആൻഡ് എഡിറ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം സേവ് ചെയ്യുക. ഫിൽ ചെയ്ത ആപ്ലിക്കേഷൻ്റെ പ്രിവ്യൂ ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. നിങ്ങൾ കൊടുത്ത എല്ലാ വിവരങ്ങളും കറക്റ്റാണെന്ന് ഉറപ്പ് വരുത്തുക. സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ യാതൊരു ചേഞ്ചും വരുത്താൻ കഴിയുന്നതല്ല.
എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ ഇവിടെ എഡിറ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാവുന്നതാണ്. അതിനുശേഷം സബ്മിറ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ യെസ് സബ്മിറ്റ് ഇറ്റ് കൊടുത്ത ശേഷം ഓക്കെ കൊടുക്കുക. അതിനുശേഷം ഇവിടെ രജിസ്ട്രേഷൻ ഫീ ആയി വരുന്നത് 200 രൂപയാണ്. പേയ്മെൻറ്റ് ഗേറ്റ്വേ ബാങ്ക് ഓഫ് ബറോഡ സെലക്ട് ചെയ്ത ശേഷം പ്രൊസീഡിൽ ക്ലിക്ക് ചെയ്യുക. ഓക്കെ കൊടുക്കുക. അതിനുശേഷം ഇവിടെ പേയ്മെൻറ്റ് ചെയ്യാനായി നെറ്റ് ബാങ്കിങ്, ഡെബിറ്റ് കാർഡ്, വാലറ്റ്, UPI ഇത് ഏത് ഉപയോഗിച്ച് നിങ്ങൾക്ക് ഇവിടെ പേയ്മെൻറ്റ് ചെയ്യാവുന്നതാണ്. പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ റെസീറ്റ് നിങ്ങൾക്ക് ഇവിടുന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. നിങ്ങളുടെ ആപ്ലിക്കേഷൻ്റെ വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ആവാൻ 7 മുതൽ 15 ദിവസം വരെ എടുക്കാറുണ്ട്. നിങ്ങളുടെ ആപ്ലിക്കേഷൻ്റെ സ്റ്റാറ്റസ് അറിയാനായി നിങ്ങളുടെ അക്കൗണ്ട് ലോഗിൻ ചെയ്ത് ചെക്ക് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ ആപ്ലിക്കേഷൻ്റെ വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ഈ ഒരു രൂപത്തിലായിരിക്കും കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങൾ രജിസ്റ്റേർഡ് എന്നും ഒരു മെമ്പർഷിപ്പ് നമ്പറും ലഭിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ID കാർഡ് ഡൗൺലോഡ് ചെയ്തെടുക്കാനും സാധിക്കുന്നതാണ്. അതോടൊപ്പം മന്ത്ലി പേയ്മെൻറ്റും അടച്ചു തുടങ്ങാവുന്നതാണ്. എങ്ങനെ ഓൺലൈനായി പേയ്മെൻറ്റ് ചെയ്യാമെന്നും ID കാർഡ് എങ്ങനെ ഡൗൺലോഡ് ചെയ്യാമെന്നുള്ള വീഡിയോ മുമ്പ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്.